Good morning, my dears. Today our topic is accounting standards and benefits and limitations of accounting standards. Previous class we discussed the topic what is meant by accounting standards. Accounting standards are certain set of rules and guidelines based on principles and methods of accounting to be followed to have uniformity in terminology, approach and presentation of result. മുൻപ് പഠിച്ചിട്ടുണ്ട് accounting standards എന്ന് പറയുമ്പോൾ accounting standards are certain set of rules and guidelines. അതായത് ചില rules and regulations, ചില guidelines എങ്ങനെയാണ് അക്കൗണ്ട് പ്രോസസ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടെക്നിക്സ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ certain set of rules and guidelines based on principles and methods of accounting to be followed to have uniformity in terminology, approach and presentation results. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ അതാണ്, what are the benefits of accounting standard. What are the benefits of accounting standards? What are the benefits of accounting standard? അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെയാണ്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഡെഫിനിഷൻസൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ബൈ അഡോപ്റ്റിംഗ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺഫ്യൂസിംഗ് വേരിയേഷൻ ഇൻ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് used to prepare financial statement is reduced. Then one of the important benefit is by adopting accounting standards. നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബൈ അഡോപ്റ്റിംഗ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺഫ്യൂസിങ് വേരിയേഷൻസ് ഈസ് റിഡ്യൂസ്ഡ്. അതായത് പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം, എങ്ങനെയാണിത് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് പല എക്സ്പെൻസസുകളെയും എക്സ്പെൻസ്, ഇൻകം, അസറ്റ്സ്, ലയബിലിറ്റി, കണ്ടീജൻറ്റ് ലയബിലിറ്റീസ്, നെറ്റ് പ്രോഫിറ്റ്, സെയിൽസ്, പർച്ചേസസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്തരം ഐറ്റംസൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇവിടെ ബൈ അഡോപ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് confusing variations in the accounting treatment used to prepare financial statement is reduced. So first point is confusions for accounting treatment is reduced. Confusions in കണ്ടോ. അപ്പോൾ then first point reduce confusions, reduce the കൺഫ്യൂഷൻ. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എല്ലാ അക്കൗണ്ടൻസിനും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള രീതിയിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ആ ചില പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഓരോ ഐറ്റത്തിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ സോ ഇറ്റ് ഈസ് റിഡ്യൂസ് കൺഫ്യൂഷൻസ്. സെക്കൻഡ് വൺ ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, valuation techniques and the method of applying accounting principles so as to ensure true and fair view of financial statement. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡിസ്ക്രൈബ് ചെയ്തു തരുന്നു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, വാല്യുവേഷൻ ടെക്നിക്സ് ആൻഡ് ദ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് സോ ആസ് ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവിടെ പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വിശദമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് വാല്യുവേഷൻ ടെക്നിക്സ് ആൻഡ് ദ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് സോ ആസ് ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ ടു എൻഷുവർ, സെക്കൻഡ് പോയിന്റിൽ നമുക്ക് എഴുതാവുന്നത് ടു എൻഷുവർ financial statements are, to ensure financial statements are true and fair view. അവിടെ നമ്മളോട് പറയുന്നത് എന്താ, അക്കൗണ്ടിങ് it is to ensure financial statements are true and fair view.
അവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ തേർഡ് പോയിന്റ് ഈസ് അക്കൗണ്ടിങ് വെർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഈസ് not statutorily required, accounting standards calls for its disclosure beyond that required by law. Where important information is statutorily required, accounting standards calls for its disclosure beyond that required by law. നിയമപ്രകാരം എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ്സ് സാധിക്കുന്നുണ്ട്. Then fourth point is accounting standards facilitate comparison of financial statement of companies in the same industry situated in different parts of the world and also different companies situated in the same industry. അവിടെ പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇൻ്റർ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ, നമുക്കത് എഴുതാം, നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാം. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് are helpful. Accounting standards are helpful for intra-firm comparison. Accounting standards are helpful for intra-firm comparison. ഫേമുകൾ തമ്മിൽ ഇൻട്രാഫേം കമ്പാരിസൺ, ഇൻ്റർഫേം കമ്പാരിസൺ എന്നൊക്കെ പറയുമ്പോൾ ദെൻ അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ ഇൻട്രാഫേം കമ്പാരിസൺ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ റീസോൾവിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്. പല ഗ്രൂപ്പുകളിലും നേരിടുന്ന ചില കോൺഫ്ലിക്റ്റുകൾ, അതായത് ഇതങ്ങനെയാണ്, ഈ അക്കൗണ്ടിങ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. ഈ കോൺഫ്ലിക്റ്റുകളിലൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ടൊരു കോമൺ റൂൾസ് ഉണ്ടെങ്കിൽ, കോമൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് മാറും. സോ സോൾവ് ദ കോൺഫ്ലിക്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്. കണ്ടോ? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇറ്റ് ഹെൽപ്സ് ഇൻ സോൾവിങ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ solving conflicts among various groups. സിമ്പിൾ പോയിൻറ്റ്സ് ആണ് കേട്ടോ ബെനിഫിറ്റ്സിൽ പറയുമ്പോൾ. ദറ്റ് ഈസ് റിഡ്യൂസ് ദ കൺഫ്യൂഷൻ, എൻഷുർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ ഇൻട്രാഫേം കമ്പാരിസൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ സോൾവിങ് കോൺഫ്ലിക്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. മറ്റുള്ള ഗ്രൂപ്പുകളിലെ ഫൈനാൻഷ്യൽ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകാവുന്ന ചില കൺഫ്യൂഷൻസ് ഇല്ലാതെയാക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് to help the auditors in the preparation of financial statement, and any deviation can be disclosed in the reports so that the user is aware of such deviations. അവിടെ പറയുന്നത് accounting standards helps the auditor in the preparation of financial statement. ഓഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലേ, അവരുടെ അക്കൗണ്ട്സ് എല്ലാം വെരിഫൈ ചെയ്ത് ടു എൻഷുർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആര്? ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി അതാണ്. ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ദ ഓഡിറ്റേഴ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എനി ഡീവിയേഷൻ ക്യാൻ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ റിപ്പോർട്ട്സ് സോ ദാറ്റ് ദ യൂസർ ഈസ് അവെയർ ഓഫ് സച്ച് ഡീവിയേഷൻ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ദ ഓഡിറ്റേഴ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് helps the auditors for their audit work. അവരുടെ ഓഡിറ്റ് വർക്കുകൾ ചെയ്യാനായിട്ട്. കാരണം ഓരോ ഐറ്റത്തിൻ്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ടൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും കോമൺ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റേഴ്സ് ഫോർ ദെയർ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റേഴ്സിന് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം.
Then next one is use of accounting standards provides case in understanding the financial statement. It provides guidance to accountants when financial reporting arises. The accountants can refer to the published accounting standards to determine how to record the event. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ അക്കൗണ്ടൻറ്റ്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഏറ്റവും കൂടുതലായിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ അക്കൗണ്ടൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് guidance to the accountant. അപ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലായല്ലോ. അതായത് അക്കൗണ്ടൻസിന് ശരിയായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇവൻറ്റുകളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ടു ബി ഡിറ്റർമിൻ ഹൗ ടു റെക്കോർഡ് ദ ഇവൻറ്റ്, എങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ടൊരു ധാരണ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ബെനിഫിറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഫസ്റ്റ് വൺ ഈസ് reduce the confusions in the variation of transaction. അതായത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ടു എൻഷുവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതായത് എല്ലാ സ്ഥാപനങ്ങളും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തന്നെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കറക്റ്റാണ് എന്ന് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. Then third one is accounting standards are helpful for intra-firm comparison. അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ ഇൻട്രാ-ഫേം കമ്പാരിസൺ. ഫേമുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ സോൾവിങ് കോൺഫ്ലിക്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്. ഓരോ തരത്തിലും ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വേരിയസ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ദെൻ അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കൺഫ്യൂഷൻസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇത് വളരെ കറക്റ്റാണെന്നും അത് എൻഷുർ ചെയ്യാനുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നൊക്കെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ സോൾവിങ് കോൺഫ്ലിക്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഓഡിറ്റേഴ്സ് ഫോർ ദെയർ ഓഡിറ്റ് വർക്ക്. അവരുടെ ഓഡിറ്റ് വർക്ക് വളരെ ഈസി ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഓഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ദ ഓഡിറ്റേഴ്സ് ഫോർ ദെയർ ഓഡിറ്റ് വർക്ക്. ദെൻ സിക്സ്ത് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? ശരിയായിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. Then next our topic is what are the limitations of accounting standard എന്നുള്ളതാണ്. What are the limitations of accounting standard? That is, there may be alternative solution to certain accounting problem. Therefore, the choice between different alternative in accounting treatment may become difficult. Then next നമ്മളോട് പറയുന്നത് what are the limitations ആണ് കേട്ടോ. അപ്പോൾ ലിമിറ്റേഷൻസ് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിമിറ്റേഷൻസ് ദെൻ ഞാൻ എഴുതുന്നില്ല, നോക്കുക ടോപ്പിക്ക്. വാട്ട് ഈസ് മീൻ ബൈ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ദെർ മേ ബി ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു സെർട്ടൻ അക്കൗണ്ടിങ് പ്രോബ്ലം. ചില അക്കൗണ്ടിങ് പ്രോബ്ലത്തിന്, ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ ദെർ മേ ബി ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു സെർട്ടൻ അക്കൗണ്ടിങ് പ്രോബ്ലംസ്. Therefore, the choice between different alternative accounting treatments may become difficult. അപ്പോൾ അവിടെ നമ്മളോട് പറയാനുള്ളത് there may be alternative solution to certain accounting problem. ചില അക്കൗണ്ടിങ് പ്രോബ്ലംസിന് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളും പല രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ചിലപ്പോൾ സെലക്ട് ചെയ്യും. അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട്. നമ്മൾ പറയുന്നത് എന്താ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലായിടത്തും ഒരേപോലെയാണെങ്കിൽ നമുക്കതെന്താണ്, അത് ഇത്തിരി കൂടെ ഈസിയാണെന്ന് പറയാം. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസൊക്കെ ഉണ്ടെന്നുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ആ കൺഫ്യൂഷൻസ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം. The next one is there may be a trend towards rigidity away from flexibility in applying the accounting standards. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മേ ക്രിയേറ്റ് റിജിഡിറ്റി ഇൻ നേച്ചർ. അതങ്ങനെ തന്നെയാണ്. കാരണം റിജിഡ് ഇൻ നേച്ചർ ഒരു മാറ്റവും ഇല്ലാതെ
വളരെ കർക്കശമായിട്ടൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമ്പോഴാണ് റിജിഡ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാറുള്ളത്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ വളരെ ഫ്ലെക്സിബിളാണ്, നമുക്ക് അവിടേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതിങ്ങനെയാണെന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് എൻ റിജിഡ് ഇൻ നേച്ചറാണ്, അവിടെ മാറ്റമില്ല. അപ്പോൾ അക്കൗണ്ടൻറ്റിന് പലപ്പോഴും അത് ചേഞ്ചസ് വരുത്താൻ തോന്നിക്കഴിഞ്ഞാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ട്രാൻസാക്ഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് റിജിഡ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താണ് പറയുന്നത്? ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ക്രിയേറ്റ് സം പ്രോബ്ലംസ്. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് മേ ബി ക്രിയേറ്റ് സം പ്രോബ്ലംസ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ദർ മേ ബി ട്രെൻഡ് ടുവേർഡ്സ് റിജിഡിറ്റി ആൻഡ് എവേ ഫ്രം ഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈയിങ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. തേർഡ് പോയിന്റ് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കനോട്ട് ഓവർറൈഡ് ദ സ്റ്റാറ്റ്യൂട്ട്. ദ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബി ഫ്രെയിംഡ് വിത്തിൻ ദ പർവ്യൂ ഓഫ് പ്രിവെയിലിംഗ് സ്റ്റാറ്റ്യൂട്ട്സ്. അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കനോട്ട് ഓവർറൈഡ് ദ സ്റ്റാറ്റ്യൂട്ട്. ഒരു കാരണവശാലും സ്റ്റാറ്റ്യൂട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് വരാനായിട്ട് പാടില്ല. ദ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബി ഫ്രെയിംഡ് വിത്ത് ദ പർവ്യൂ ഓഫ് പ്രിവെയിലിംഗ് സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ഉണ്ടാവുമല്ലോ, നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ഉണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് കൂടെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനാണ്. Then fourth one is difference in accounting standard are bound to be there because of difference in the legal system and tradition from one country to another. അവിടെ ഡിഫറൻസ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ബൗണ്ട് ടു ബി ദർ ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ലീഗൽ സിസ്റ്റം ആൻഡ് ട്രഡീഷൻസ് ഫ്രം വൺ കൺട്രി ടു അനദർ. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്കവിടെ നോക്കേണ്ട പോയിൻ്റ്. അതല്ലാത്ത പക്ഷം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ളൊരു ലീഗൽ എൻവയൺമെൻ്റ് ഉണ്ട്. അതേസമയം തന്നെ ലീഗൽ എൻവയൺമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ളൊരു ട്രഡീഷൻസ് ഉണ്ട്. ഈ ട്രഡീഷൻസും ഈ ലീഗൽ എൻവയൺമെൻറ്റൊക്കെ വ്യത്യസ്തമായിരിക്കും, ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലേ ഫോറിൻ രാജ്യങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതാണിപ്പോൾ നമുക്ക് കൺവെർജൻസ് ഓഫ് IFRS ഒക്കെ വരാനുള്ള കാരണം. അതാണ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള കാരണം, കൺവെർജൻസിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഇല്ലാതെയാക്കാനാണ്. ഓരോ രാജ്യങ്ങളിലും ഒരേപോലെയുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡിസ്പാരിറ്റീസ് ഇല്ലാതെയാക്കാം. ഓരോ രാജ്യത്തിനും പക്ഷേ അവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ലീഗൽ എൻവയൺമെൻറ്റ്, അവരുടേതായിട്ടുള്ള സറൗണ്ടിങ്സ്, ട്രഡീഷൻസ്, കസ്റ്റംസ് ഇതെല്ലാം വ്യത്യാസമാണ്. അത് ഏതിനെ ബാധിക്കും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ബൗണ്ട് ടു ബി ദർ because of difference in the legal system and traditions from the country to another. Then last point is they create additional unnecessary work which may affect fees, particularly in audit of small companies. Last point is they create additional unnecessary work. അതായത് ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെയാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ക്രിയേറ്റ് അഡീഷണൽ വർക്ക് ലോഡ് അല്ലേ. സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, സ്മോൾ കമ്പനീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടേതായിട്ടുള്ള രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും അൺനെസസറി വർക്കായിട്ട് തോന്നാം. വിച്ച് മേ അഫക്റ്റ് ഫീസ്, പർട്ടിക്കുലർലി ഇൻ ഓഡിറ്റ് ഓഫ് സ്മോൾ കമ്പനീസ്. ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ എഴുതിയിട്ടില്ല. ഫസ്റ്റ് വൺ ഈസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഈസ് ഇറ്റ് ക്രിയേറ്റ് സം പ്രോബ്ലംസ്. സെക്കൻഡ് വൺ പറയുന്നത് ദർ മേ ബി ട്രെൻഡ് ടുവേർഡ്സ് റിജിഡിറ്റി ആൻഡ് അവേ ഫ്രം ഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈയിങ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. And third one is accounting standards cannot override by statutes. The standards are required to be framed within the purview of prevailing statutes. And a difference in accounting standards are bound to be there because of difference in the legal system and traditions from one country to another.
they create additional unnecessary work which may affect fees, particularly in audit of small companies. These are the limitations of accounting standard. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് what are the benefits and the limitations of accounting standards. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് IFRS അഡോപ്ഷൻ ആൻഡ് കൺവെർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. IFRS അഡോപ്ഷൻ ആൻഡ് കൺവെർജൻസ് എങ്ങനെയാണ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ കൺവെർജൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള IFRS കൊണ്ടുണ്ടാകാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് IFRS കൺവെർജൻസ്. കൺവെർജൻസ് എന്ന് പറയുമ്പോൾ ലയിപ്പിക്കുക, കൂടിച്ചേരുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നൊക്കെ പറയുന്ന മീനിങ് ഒക്കെയാണ് നമുക്ക് എടുക്കുക. ദെൻ ഫസ്റ്റ് വൺ ഈസ് IFRS adoption or IFRS convergence and its need and importance of global accounting standards. ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും അതാണ് നമ്മൾ പറയുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് IFRS adoption and convergence. Convergence refers to goal of establishing a single set of accounting standards that will be used internationally. അവിടെ what is meant by convergence? Convergence എന്തുകൊണ്ടാണ് convergence എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? That is convergence refers to convergence refers to a goal of establishing a single set of accounting standards, that will be used internationally, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്താണ് കൺവെർജൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. IFRS കൺവെർജൻസ് എന്നുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? IFRS കൺവെർജൻസ് refers to a goal of establishing a single set of accounting standards establishing a single set of accounting standards, ഒരേപോലെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ്റർനാഷണലി. മാത്രമല്ല ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ IFRS കൺവെർജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. IFRS കൺവെർജൻസ് refers to goal of establishing a single set of accounting standards and that will be used in internationally. അത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഇതൊക്കെ മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺവെർജൻസ് refers to goal of establishing a single set of accounting standards that will be used in internationally. Then എന്താണ് ഇങ്ങനെ പറയാനുണ്ടാവുന്ന കാരണം എന്തൊക്കെയാണ്? നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിലെ ഇൻ ദ പ്രസൻറ്റ് ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ദ വേൾഡ് ഹാസ് ബിക്കം ആൻ എക്കണോമിക് വില്ലേജ്. നമുക്കറിയാം, അതായത് ഗ്ലോബലൈസ്ഡ്, ലിബറലൈസ്ഡ്, പ്രൈവറ്റൈസ്ഡ് എക്കോണമിയാണ് അല്ലേ. അതായത് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരൊറ്റ ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് ബിസിനസ് നടത്താനോ ഒക്കെയുള്ള എല്ലാ എൻട്രി ആൻഡ് എക്സിറ്റ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും അത്തരത്തിലുള്ള ബിസിനസ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇൻ ദ പ്രസൻറ്റ് ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ദ വേൾഡ് ഹാസ് ബിക്കം ആൻ എക്കണോമിക് വില്ലേജ്. സോ ഇറ്റ് ഈസ് എ ഗ്ലോബൽ വില്ലേജ്. The globalization of the business world and the attendant structures and the regulations which support
It as well as the development of e-commerce make it is essential to have a single globally accepted financial reporting system. തീർച്ചയായിട്ടും ഫോറിൻ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ടുകൾ അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഒരേപോലെയാണെങ്കിലാണ് അത് കൺവീനിയൻ്റ് ആയിട്ട് മാറുക. A number of multinational companies are establishing their business unit in various countries with emerging economies and vice versa. പല മൾട്ടിനാഷണൽ കമ്പനീസും പലയിടത്തായിട്ട് പല രാഷ്ട്രങ്ങളിലായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Then the companies is emerging economies are increasingly accessing global market to fulfill their capital needs by getting their securities listed in the stock exchange outside the country. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മൾട്ടിനാഷണൽ കമ്പനീസിനും പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അത് അവിടെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ അവരുടെ കമ്പനീസിൻ്റെ പേര് എൻറോൾ ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഡിഫിക്കൽട്ടീസ്. ദസ് ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ബിക്കമിങ് ഇൻറ്റഗ്രേറ്റഡ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് വേൾഡ് വൈഡ് ട്രെൻഡ്. മോർ ആൻഡ് മോർ ഇന്ത്യൻ കമ്പനീസ് ആർ ബീങ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. പല ഇന്ത്യൻ കമ്പനീസും ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫ്രെയിം വർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ഓഫ് യൂസേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ പല ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇന്ത്യൻ കമ്പനി തന്നെ മറ്റു രാജ്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരികയാണ്, അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരികയാണ്, എൻറോൾ ചെയ്യേണ്ടി വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പല രീതിയിലും കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ the data disclosed by the financial statement become incomparable. അതുകൊണ്ട് പല സിസ്റ്റം ആയതുകൊണ്ട് പല രീതിയിലാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഡാറ്റാസ് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത് ഡിഫിക്കൽട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. This leads to confusion and inefficiency in capital market all over the world. Therefore, increasing complexity of business transaction and globalization of capital market calls for a single set of high quality accounting standards. അതായത് ഈ സങ്കീർണത ഒഴിവാക്കാനായിട്ട് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ഈ കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് കോൾസ് ഫോർ എ സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് നെസസറി for creating trust in the minds of investors in financial and non-financial information. Thus, the case for a single set of globally accepted accounting standards are prompted many countries to pursue convergence of financial accounting standards with international financial reporting standards. അതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് കോൾസ് ഫോർ സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്തരത്തിൽ നിലനിൽക്കുന്ന കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരൊറ്റ രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. സോ ഇറ്റ് ഈസ് ദ ട്രെൻഡ് ഫോർ എമർജിങ് IFRS. ഇതാണ് എമർജിങ് ട്രെൻഡിൽ IFRS കടന്നു വരാനുണ്ടായിട്ടുള്ള കാരണം. IFRS are considered as principle-based set of standard. They establish broad rules rather than dictating specific treatment. Specific treatmentേക്കാളും ഉപരിയായിട്ട് ഒരു ബ്രോഡ് ട്രീറ്റ്മെൻ്റ് ആണ്, റൂൾസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എവറി മേജർ നേഷൻ ഈസ് മൂവിങ് ടുവേർഡ്സ് അഡോപ്റ്റിംഗ് ദം വിത്ത് സം എക്സ്റ്റെൻറ്റ്. പല രാഷ്ട്രങ്ങളും ഒരു പരിധിവരെ IFRS ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ലാർജ് നമ്പർ ഓഫ് പബ്ലിക് അതോറിറ്റീസ് റിക്വയർ പബ്ലിക് കമ്പനീസ് ടു യൂസ് IFRS ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് പർപ്പസസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻ അഡീഷൻ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേ യൂസ് ദം ഫോർ ദെയർ സ്റ്റാറ്റ്യൂട്ടറിലി റിക്വയർഡ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് thousands of companies all over the world will adopt international financial reports in near future. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കൂടുതലായിട്ട് ബാക്കി എല്ലാ കമ്പനീസും ഇതിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് കൺവെർജൻസ് ഓഫ് IFRS ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കൺവെർജൻസ്. അപ്പോൾ എന്താണ് IFRS എന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള IFRS കൊണ്ടുണ്ടാകാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ
ഫസ്റ്റ് പോയിന്റ് ഈസ് ബെനിഫിറ്റ് ടു ദ എക്കോണമി. 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബെനിഫിറ്റ് ടു ദ എക്കോണമി. Then second one is benefit to the industry. Then third point is benefit to the investors. And other benefit. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തത്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് IFRS കോൺവെർജൻസ്? ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ് ടു ദ എക്കോണമി, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ബെനിഫിറ്റ് ടു ദ ഇൻഡസ്ട്രി ആൻഡ് ബെനിഫിറ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്. ദെൻ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ബെനിഫിറ്റ് ടു ദ എക്കോണമി, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്. എക്കോണമിക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വെൻ ദ മാർക്കറ്റ് എക്സ്പാൻഡ് ഗ്ലോബലി ദ നീഡ് ഫോർ കൺവെർജൻസ് ഇൻക്രീസസ് ആസ് ദ കൺവെർജൻസ് ബെനിഫിറ്റ് ദ എക്കോണമി ബൈ ഇൻക്രീസിങ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. തീർച്ചയായിട്ടും അതായത് മാർക്കറ്റ്സ് എല്ലാം തന്നെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. ദ നീഡ് ഫോർ കൺവെർജൻസ് ഇൻക്രീസസ് ദ കൺവെർജൻറ്റ് ബെനിഫിറ്റ് ടു ദ എക്കോണമി ബൈ ഇൻക്രീസിങ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് തീർച്ചയായിട്ടും അത് ഏതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു? എക്കോണമീസ് ഡെവലപ്മെൻറ്റ്. അതായത് ഓരോ രാജ്യത്തും മതിയായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്, അതേപോലെ തന്നെ ബിസിനസ്സുകൾ ആരംഭിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഏതിലേക്ക് മാറും? എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് കാരണമാവും. It facilitates maintenance of orderly and efficient capital market. It also helps to increase the capital information and thereby investment, and thereby leads to inflow of foreign capital into the country. Okay, then അവിടെ it facilitates maintenance of orderly and efficient capital market. It also helps to increase the capital formation and thereby investment, and thereby leads to inflow of foreign capital into the country. Okay, and then second point is ബെനിഫിറ്റ് ടു ദ ഇൻഡസ്ട്രി. ഇനി ഓരോ ഇൻഡസ്ട്രികൾക്കുണ്ടാകാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എ മേജർ ഫോഴ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ടുവേർഡ്സ് കൺവെർജൻസ് ഹാസ് ബീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി. The industry is able to raise capital from foreign markets at a lower cost. It can create confidence in the minds of foreign investors, and their financial statements comply with globally accepted accounting standards. അവിടെ പറയുന്നത് a major force in the movement towards convergence has been interest of the industry. അതായത് ഇൻഡസ്ട്രികളെ തമ്മിൽ, അതായത് മേജർ ഫോഴ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ടുവേർഡ്സ് കൺവെർജൻസ് ഹാസ് ബീൻ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ദി ഇൻഡസ്ട്രി ഈസ് ഏബിൾ ടു റേസ് ക്യാപിറ്റൽ ഫ്രം ഫോറിൻ മാർക്കറ്റ് അറ്റ് ലോവർ കോസ്റ്റ്. മാത്രമല്ല ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനിവാര്യമാണ്. ദെൻ ഇറ്റ് എൻഷുർ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫോറിൻ കൺട്രീസ് അറ്റ് ലോ കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാണ് എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് കോൺഫിഡൻസ് ഓഫ് ദ മൈൻഡ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ദെയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലൈ വിത്ത് ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. മാത്രമല്ല അപ്പോൾ ഈ ഫോറിൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അവരുപയോഗിക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ക്രിയേറ്റ് ദ കോൺഫിഡൻസ് അമംഗ് ദ ഇൻവെസ്റ്റേഴ്സ്. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. The burden of financial reporting is lessened with the convergence of accounting standards because it simplifies the process of preparing individuals and financial statement, and thereby reduce the cost of preparing financial statement using different set of accounting standards. Then next point is benefit to investors. ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം a strong case of convergence can be made from the viewpoint of the investors who wish to invest outside their own country. Investors want the information that is more relevant, reliable, timely and comparable
across the jurisdictions. Financial statement prepared using the common set of accounting standards helps investors better understanding investment opportunities as opposed to financial statement preparing using a different set of national accounting standards. Investors' confidence is strong. When accounting standards used are globally accepted, convergence contribute to investors' understanding and confidence in high quality financial statement. അവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ കമ്പനി വിശ്വസനീയമാണോ റിലയബിൾ ആണോ എന്നുള്ള കാര്യം മറ്റു കമ്പനികളുമായിട്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ഈ IFRS ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും IFRSൻ്റെ അഡോപ്ഷൻ എന്ന് പറയുന്നത് കൺവെർജൻസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ്, ബെനിഫിറ്റ് ടു ഇൻഡസ്ട്രി ആൻഡ് ബെനിഫിറ്റ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി അതർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെൻഡർ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോർ കമ്പയറബിൾ ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇറ്റ് റെൻഡേഴ്സ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോർ കമ്പയറബിൾ ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളുടെ ഇടയിൽ വളരെ വലിയൊരു മതിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മോർ കമ്പയറബിൾ ടു സാധിക്കുന്നു. ദെൻ റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ് ഫോർ ഗ്ലോബൽ കോസ്റ്റ് റിഡക്ഷൻ സാധ്യമാണ്. പൊട്ടൻഷ്യലി എസ്റ്റാബ്ലിഷസ് മോർ ട്രാൻസ്പാരൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വിത്ത് ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി. മാത്രമല്ല വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. So it create accountability among workers. Then reduce operational challenges for accounting firms and give standards setters the opportunity to improve the reporting model. These are the other benefits. Then a survey conducted by the International Federation of Accountants found that nearly 90% of the accounting professional leaders who responded expressed that convergence was either very important or important for economic growth for their respective countries. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേ കണ്ടക്റ്റഡ് ബൈ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ് നിയർലി 90% ഓഫ് ദ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ലീഡേഴ്സ് ഹു റെസ്പോണ്ടഡ് എക്സ്പ്രസ്ഡ് ദാറ്റ് കൺവെർജൻസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കണോമിക് ഗ്രോത്ത് ഫോർ ദ റെസ്പെക്റ്റീവ് കൺട്രീസ്. പല അക്കൗണ്ടിംഗ് എക്സ്പെർട്സും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്? വളരെ ശരിയായിട്ടുള്ള രീതിയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതെന്താണ് വളരെ സ്യൂട്ടബിളായിട്ട് മാറും എന്നുള്ളത് 90% ഓഫ് ദ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ലീഡേഴ്സ് ആർ റെസ്പോണ്ടഡ്. മാത്രം കൺവെർജൻസ് ഈസ് നെസസറി, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അത് എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു എന്ന് പറയുന്ന രീതിയിൽ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കണേ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മീൻസ് ഇറ്റ് ഈസ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ബി ഫോളോഡ് ടു എ യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി, അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലോ അതിൻ്റെ സമീപനത്തിലോ അതിൻ്റെ പ്രസൻറ്റേഷനിലുള്ള ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെർട്ടൈൻ റൂൾസ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ബെനിഫിറ്റ്? ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുമൂലം ഉണ്ടാകാവുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ. Then last topic is what is meant by IFRS convergence, needs and importance of global അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും എന്താണെന്നുള്ളതാണ്. അതേപോലെ തന്നെ IFRS കോൺവെർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺവെർജൻസ് റിഫേഴ്സ് ടു goal of establishing a single set of accounting standards that will be used internationally. What are the benefits of IFRS? That means first one is benefit to economy and benefit to the investors and benefit to the industry and other benefits. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു all.